എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. ചെയ്യേണ്ട പ്രായശ്ചിത്തം ശരിക്കും അങ്ങ് ചെയ്താ മതി. പ്രാർത്ഥിക്കു വച്ചേ. കുടം തുളുമ്പാതെ 3 വട്ടം ശിരസിന് ചുറ്റും ഒഴിയണം. അതിനുശേഷം കലശം നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കണം. എന്ത് നാശം ഇത്! എത്ര വില പിടിച്ച ഡ്രസ്സാണ് ഇതെന്നറിയോ? അയ്യോ, എന്താ ഈ കാണിച്ചേ? കലശം നിലത്തിടിയോ? ചതിച്ചൂലോ ഭഗവാനെ. ക്ഷമിക്കണം തിരുമേനി, അറിയാതെ പറ്റിപ്പോയതാ. എന്താ പരിഹാരം എന്ന് വെച്ചാ? ദൈവങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴെങ്കിലും മനസ്സിലെ അഹങ്കാരവും അഹന്തിയും ഒക്കെ മാറ്റിവെക്കണം. ഒഴിഞ്ഞ മനസ്സുമായിട്ടാ ദൈവങ്ങളെ കൈകൂപ്പേണ്ടത്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. ആദ്യം നാഗദൈവങ്ങളുടെ മുമ്പിൽ 101 തവണ ഏത്തമെടുത്തേ. അതിനുശേഷം പരിഹാര പൂജ ആവാം. തുടങ്ങിക്കോളൂ. ദോഷമാ സംഭവിച്ചത്. എന്താ ഇത് കുട്ടി? ചെയ്യണ്ടേ? ബുദ്ധിമുട്ടാ, ഇങ്ങനെ വെക്കാം. അത് വേണ്ട, ഞാൻ ചെയ്തു തരാം. ആഹാ, സാറ് മേക്കപ്പിനൊക്കെ ആളെ വെച്ചാ? മേക്കപ്പിന് ആളെ വെച്ചോന്നല്ലടോ. ഇതാണ് ഭർത്താക്കന്മാരുടെ സൗഭാഗ്യം എന്ന് പറയുന്നത്. കുളി കഴിഞ്ഞ് വന്ന ഭാര്യമാര് ഷർട്ടിട്ട് തരും, മുടി ചീകി തരും. എന്നാ പിന്നെ ഒരു പൊട്ടൂടങ്ങ് ഇട്ട് കൊടുക്കും മാഡം. സംഗതി ഗംഭീരം ആയിക്കോട്ടെ. അല്ല സാറേ, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലേ കല്യാണം കഴിക്കുന്ന ഒരു രസമൊക്കെ അല്ലേ? അതിന്റെ മറുപടി ഗാഥ തന്നെ പറയും. പറഞ്ഞു കൊടുക്കണം. സാറിന്റെ പോളിസികള് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാ. ഇതിന്റെ ഉത്തരം ഗാഥാ മാഡം പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് രസമാണോ അതോ അല്ലയോ? പറ മാണിക്കുഞ്ഞെ, സ്നേഹം ഉണ്ടെങ്കില് ഏത് ബന്ധവും രസമുള്ളതാ. സ്നേഹം ഇല്ലെങ്കില് ഏറ്റവും അടുത്ത ബന്ധം പോലും അപകടം. ഇപ്പൊ മനസ്സിലായോ മാണിക്കുഞ്ഞെ? ഇതിനേക്കാൾ നല്ലൊരു മറുപടി വേറൊരിടത്തുനിന്ന് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഉള്ള കാര്യം പറയാലോ സാറേ, ഗാഥാ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് പ്രയോഗിക്കാനും കൊള്ളാം. താൻ എന്റെ ഭാര്യയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഇതൊന്നുമല്ല, ഇയാളുടെ കഴിവുകളൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അല്ല, സാറ് കമ്പനിയിലേക്ക് പോരുന്നുണ്ടോ അതോ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാനുള്ള പരിപാടിയാണോ? വാരാടോ മരക്കഴുത. മനസ്സിലായി മനസ്സിലായി. എന്ത്? അല്ല, യാത്ര പറയുന്ന സമയത്തെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതാ സാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം.
ഞാൻ ഇവിടെ സ്വർഗത്തിലെ കട്ടുമ്പായിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. നടക്കട്ടെ സാറേ. കണ്ണും കണ്ണും കഥകൾ കൈമാറുന്നു. മാണിക്കുഞ്ഞ് പറഞ്ഞ ചടങ്ങ് മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ, എനിക്ക് പോവാൻ അല്പം തിരക്കുണ്ട്. ഒരു ചടങ്ങുമില്ലാതെ അങ്ങോട്ട് ഇറങ്ങിയാ മതി. ചെല്ലങ്ങോട്ട്. അല്ല എടോ, അത് ആ ചെല്ലാനല്ലേ പറഞ്ഞ. നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? അയാൾ സംശയിക്കില്ലേ? അന്യൻ സാറിനോട് പറയുകയും ചെയ്തു. ഗാഥയുടെ നാളും പേരും എന്തായാലും മാറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പോ വഴിപാടിന് ബലമില്ലാണ്ട് വരില്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാഗത്തറയിലുള്ള പൂജാരിയെ വിളിച്ച് ഗാഥയുടെ പേരില് ഇവിടെ ആ പ്രായശ്ചിത്ത പൂജ ചെയ്യാം. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. പൂജയുടെ പ്രസാദം ഗാഥയുടെ അടുത്തേക്ക് എത്തണമല്ലോ. എനിക്ക് അങ്ങോട്ട് എങ്ങനെ എത്താൻ പറ്റാ? അത് ഇപ്പൊ മോളെ, ആ അമ്മ ഒരു കാര്യം ചെയ്താ മതി. മോളിക്കുട്ടിയെ വിളിച്ച് എന്റെ അടുത്തേക്ക് വരാൻ പറ. പ്രസാദം ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തുവിടാം. അതെങ്കിലും അവളോട് നണിയാൻ പറ. നമ്മൾ അവക്ക് വേണ്ടി ചിന്തിക്കുന്നതൊന്നും ആ കുട്ടിയുടെ തലയെ കയറില്ല. അതിന് വൈരാഗ്യം മാത്രമേ അറിയൂ. അമ്മ അതൊന്നും കാര്യാക്കണ്ട. അമ്മ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. സിത്താരമ്മേടം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാ മതി, അവൾ അനുസരിച്ചോളും. ഞാനേ പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. മോളിക്കുട്ടിയോട് പെട്ടെന്ന് വരാൻ പറ. ശരി, ഞാനിപ്പോ അവളെ അയക്കാം.